നാളുകളായി നമ്മുടെ കുട്ടികൾ നേരിടുന്ന വലിയ പ്രശ്നമാണ് കൺസെഷൻ നൽകിയുള്ള ബസ്സുകളിലെ യാത്ര. ഇങ്ങനെ കൺസെഷൻ നൽകി യാത്ര ചെയ്യുന്ന കുട്ടികളെ ഇരിക്കാനോ നേരത്തെ ബസ്സുകളിൽ കയറാനോ പല കണ്ടക്ടർമാരും അനുവദിക്കാറില്ല. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് മാത്രമായിരിക്കും കുട്ടികളെ ബസ്സിലേക്ക് കയറ്റുന്നത്. മറ്റ് യാത്രക്കാർ കയറി കഴിയുന്നതുവരെ വിദ്യാർത്ഥികൾ ബസ്സിന്റെ ഡോറിനരികിൽ കാത്തു നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്, നമ്മൾ കാണാറുണ്ട് അല്ലേ? എന്നാൽ ഈ കൺസെഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടതുണ്ടോ? കൺസെഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ സീറ്റിലിരുന്നാൽ എന്താണ് പ്രശ്നം? നിയമവശം നമുക്കൊന്ന് പരിശോധിക്കാം. ലോ ലെൻസുമായി ജീന മട്ടന്നൂർ ചേരുന്നു. കൺസെഷൻ നൽകി സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ പേരിൽ സീറ്റ് ഉണ്ടായിട്ടും നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കണ്ടക്ടർ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? ഇത്തരം അനുഭവങ്ങൾ സ്ഥിരമായി നേരിട്ടവരും നേരിടുന്നവരും ഒരുപാടുണ്ടാകും അല്ലേ? എസ് കൊടുക്കുന്നവർക്ക് ബസ്സിൽ സീറ്റില്ലേ? എസ് കൊടുത്ത് യാത്ര ചെയ്യുന്നവരെ എഴുന്നേൽപ്പിച്ചാൽ എന്ത് ചെയ്യും? വകുപ്പുണ്ട്. എസ് കൊടുക്കുന്നവരെ മറ്റ് യാത്രക്കാരിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പാടില്ലെന്ന് കേരള ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരം വിവേചനങ്ങൾ ഉണ്ടായാൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരാതി നൽകാൻ വഴിയുമുണ്ട്. MVDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ mvd.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറുക. എൻഫോഴ്സ്മെന്റ് RTO എന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും RTO ഓഫീസർമാരുടെ നമ്പർ കിട്ടും. ഈ നമ്പറുകളിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാലും പോലീസ് നടപടിയെടുക്കും. വിഷയത്തിൽ പോലീസും RTO ഉദ്യോഗസ്ഥരും കൃത്യമായി ഇടപെടണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരിക്കുകയോ ഒഴിഞ്ഞ സീറ്റുകളിൽ ഇരിക്കുന്നത് തടയുകയോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കൂൾ സമയത്തിന് മുൻപും ശേഷവും ബസ് സ്റ്റാൻഡുകളിലും സ്റ്റോപ്പുകളിലും രഹസ്യ പരിശോധന അടക്കം നടത്തണമെന്നാണ് കോടതി നിർദ്ദേശം. അപ്പോൾ കുട്ടികളെ ഇനി ധൈര്യമായിട്ട് സീറ്റിലിരിക്കാട്ടോ. കണ്ടക്ടർ പ്രശ്നം ഉണ്ടാക്കിയാൽ നേരെ പോയി ഒരു പരാതിയും കൊടുത്താൽ മതി. അതാണ് അപ്പോൾ ജീന പറഞ്ഞു തന്ന് കേട്ടല്ലോ. ഈ ബസ്സിൽ കയറ്റാതിരിക്കുമ്പോൾ ബസ്സിൽ വിദ്യാർത്ഥികളെയൊക്കെ ഇങ്ങനെ കാത്തു നിർത്തുന്ന ബസ്സുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്.